പെൺകുട്ടിയുടെ കുടുംബത്തിലേക്ക് ആൺകുട്ടിയുടെ കുടുംബം കടന്നു വരികയും വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും സ്ത്രീധനത്തെ ചൊല്ലി വിലപേശലുകൾ അരങ്ങേറുകയും ചെയ്യുന്നു. തുടർന്ന് വിവാഹം നടക്കുന്നു. പഠിക്കാനുള്ള പെൺകുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ ഹനിക്കപ്പെടുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു പെൺകുട്ടിയുടെയും വിവാഹം നടക്കണമെന്ന് അറിവ് ലഭിച്ചാൽ അത് രഹസ്യമായി തൊട്ടടുത്തുള്ള ICDS ഓഫീസിലെ CDPO അറിയിക്കുക. ഇങ്ങനെ അറിയിക്കുന്നവർക്ക് പൊൻകാപ്പ് പദ്ധതി പ്രകാരം 2500 രൂപ പാരിതോഷികമായി ലഭിക്കുന്നതാണ്. വിവാഹിതയായ വീട്ടിലെത്തിയാണ് ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. കൂടാതെ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഭർത്തൃ വീട്ടുകാർ കൈക്കലാക്കുകയും ചെയ്യുന്നു. സ്നേഹവും കരുതലും നൽകി ചേർത്ത് നിർത്തേണ്ട ഭർത്താവിൽ നിന്നും ക്രൂരമായ മാനസിക ശാരീരിക പീഡനമാണ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. ഇത്തരം പ്രതിസന്ധിയിൽ പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ വീട്ടുകാർക്കോ സഹായത്തിനായി സമീപിക്കേണ്ടത് വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ കോട്ടയം അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി പാല. സൗജന്യ നിയമസഹായമാണ് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ലഭിക്കുന്നത്. ഇതിനിടയിൽ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞൊന്നും വേണ്ട, വീട്ടിലെ ജോലി ചെയ്യാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഭർത്തൃമാതാവിന് നിരന്തരമായ നിർബന്ധവും ശാസനകളും ഭ്രൂണഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെൺകുട്ടി ഭ്രൂണഹത്യക്ക് വിധേയമാകുന്നു. പെൺകുട്ടിയുടെ ക്ഷീണാവസ്ഥ പരിഗണിക്കാതെ വീട്ടുജോലികൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു. വിവാഹശേഷം തങ്ങളുടെ മകളുടെ സുഖവിവരങ്ങൾ അറിയാൻ അവളെ സന്ദർശിക്കാനെത്തിയ മാതാപിതാക്കളും സഹോദരനും തങ്ങളുടെ മകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അവളെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി പെൺകുട്ടിക്ക് വിവാഹമല്ല വിദ്യാഭ്യാസമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കി തുടർ വിദ്യാഭ്യാസത്തിനായി വീട്ടുകാർ അവളെ അയക്കുന്നു. അവളുടെ ആഗ്രഹം പോലെ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന നീതി നടപ്പിലാക്കുന്ന ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥയായി അവൾ മാറുകയും ചെയ്യുന്നു. വിദ്യാധനം സർവ്വധനാണ് പ്രധാനം. ആൺകുട്ടികളുടെ അതേ അവകാശങ്ങളും അവസരങ്ങളും പെൺകുട്ടികൾക്കും വേണം. സുരക്ഷിതത്വം എന്ന പേര് പറഞ്ഞ് സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്ക് അതിര് കൽപ്പിക്കുന്നവരാണ് നമ്മളിൽ കൂടുതലും. ഒരിടത്തും സ്ത്രീകളെ മാറ്റി നിർത്താൻ പാടില്ല. അവരെ ചേർത്തി ലോകത്താണെന്ന മനസ്സ് നമുക്കേവർക്കും വേണം. ജീവിതത്തിലെ എത്രയെത്ര മനോഹരമായ നിമിഷങ്ങളാണ് നിമിഷം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇവർക്ക് നഷ്ടമായി പോകുന്നത്. സ്വപ്നങ്ങളെ കണ്ണീർ കണങ്ങളാക്കി ഒഴുക്കിക്കളഞ്ഞ എത്രയോ സ്ത്രീകൾ കാലങ്ങളെ
കടന്നു പോയിട്ടുണ്ട്. ഒന്നുറക്കെ ചിരിക്കാനോ സംസാരിക്കാനോ പുറത്തിറങ്ങാനോ വാക്കുവയ്ക്കാനോ വിദ്യാഭ്യാസം നേടാനോ കഴിയാതെ ഓരോ സ്ത്രീയും മനുഷ്യൻ തന്നെയാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കഴിവുകളുള്ള സ്വതന്ത്രരായ മനുഷ്യർ. അവർ പറയട്ടെ, അവർ സമർത്ഥമായി പറഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. മാർച്ച് 8 വനിതാ ദിനം, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് നാം ആചരിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാം എന്തുകൊണ്ടും വളരെയധികം അഭിമാനാർഹമാണ്. തുല്യമായിട്ടുള്ള നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമുക്ക് ഏറ്റവും അഭിനന്ദനാർഹമാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് ഇവിടെ നടത്തിയ ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളൊക്കെ വളരെയധികം നമ്മുടെ കണ്ണു തുറക്കുന്ന രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. വനിതകൾക്ക് തുല്യമായിട്ടുള്ള അവകാശം പുരുഷനോടൊപ്പം തന്നെ സ്ത്രീകൾക്കും ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അവകാശങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന്. അതിന് നമുക്കറിയാം, നമ്മുടെ ജില്ലാ ശിശു വികസന വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും കൂടി അവർക്ക് ആവശ്യമുള്ള നീതികൾ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ ജില്ലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സ്ത്രീകൾ അനുഭവിച്ചു വന്നിരുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക്, ഇവിടെ നടന്നു വന്നിരുന്ന അനീതിക്കും അവഗണനയ്ക്കുമൊക്കെ എതിരെ ഇനിയും ശബ്ദമുയർത്തുമെന്ന് എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് മാർച്ച് 8. ഇവിടെ ഇന്ന് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് സത്യം പറഞ്ഞാൽ കണ്ണു നിറയ്ക്കുകയുണ്ടായി. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ വനിതകൾ അനുഭവിച്ചു വന്നത്. നമ്മൾ പുരുഷനൊപ്പമായി എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മിക്ക കുഴപ്പമില്ലെന്ന് നടക്കുന്നു. തീർച്ചയായും സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. സ്ത്രീകളുടെ മാത്രമല്ല, പുരുഷന്മാരും രണ്ടുപേരും ഒത്തുചേർന്നാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. കുടുംബത്തിൽ നിന്നാണല്ലോ സമൂഹം വളർന്നു വരുന്നത്. കുടുംബത്തിന്റെ ഐക്യത്തിലൂടെ മാത്രമേ ഒരു സമൂഹം നല്ല രീതിയിൽ സമാധാനപരമായി മുന്നോട്ട് പോവുകയുള്ളൂ. തീർച്ചയായും ഇന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷനൊപ്പം തന്നെയാണ്. സ്ത്രീകൾ പുരുഷനോടൊപ്പം എല്ലാ ജോലിയിലും എത്തിയിരിക്കുകയാണ്. അത് സ്ത്രീ സമൂഹത്തിന്റെ അവരുടെ ഉണർവിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. തീർച്ചയായും ഇനിയും നമുക്ക് ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ട്. ഒരിക്കലും നമ്മൾ പുരുഷന്റെ മേൽ ഉയർണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒപ്പത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് കുടുംബവും സമൂഹവും വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ സർവ്വസൈന്യാധിപൻ നമ്മുടെ രാഷ്ട്രപതി ഒരു സ്ത്രീരത്നമാണെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ എത്രയൊക്കെ വളർന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ താഴ്ത്തി കെട്ടിയാലും നമ്മുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ അമ്മ എന്ന ഭാവം അതൊരിക്കലും മാത്രം വിസ്മരിക്കാനാവില്ല. തീർച്ചയായും ഇനിയും സ്ത്രീ സമൂഹം വളർന്നു വരട്ടെ. പുരുഷൻ സ്ത്രീകളോടൊപ്പം ഒരു താങ്ങായി നിൽക്കട്ടെ. അങ്ങനെ ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വനിതാ ദിനത്തിൽ